ഡൽഹിയിൽ പുകമഞ്ഞ് തുടരുന്നതിനാൽ വിമാന ട്രെയിൻ സർവീസുകൾ വൈകുന്നു. അന്തരീക്ഷ മലിനീകരണ തോതും വളരെ കൂടുതലാണ്. കൂടുതൽ വിവരങ്ങൾ നൽകാനായി അനൂപ് ദാസ് ചേരുന്നുണ്ട്. അനൂപ്, കുറച്ചധികം ദിവസങ്ങളായി ഡൽഹിയിൽ ഈ പുകമഞ്ഞ് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യം എന്താണ്? കാഴ്ചപരിധിയൊക്കെ താഴ്ന്നു തന്നെയാണോ ഇപ്പോഴും ഉള്ളത്? നിയന്ത്രണങ്ങൾ എങ്ങനെ പാലിച്ചു പോകുന്നില്ലേ കൃത്യമായി? ഇപ്പോൾ രാവിലെ 9 മണിക്കൊക്കെ ശേഷം ഡൽഹിയിലെ പല പ്രദേശങ്ങളിലും അല്പമൊക്കെ സാധാരണ ഡിസംബർ മാസത്തിൽ ഡൽഹിയുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു അവസ്ഥ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ പുലർച്ചെ ഇതായിരുന്നില്ല അവസ്ഥ. നമ്മളിപ്പോൾ നിൽക്കുന്ന കേരള ഹൗസ് പരിസരത്താണെങ്കിലും അപ്പുറത്ത് കർത്തവ്യപഥ മേഖലയിലാണെങ്കിലും അപ്പുറത്ത് ഗുരുഗ്രാമോ സമീപ പ്രദേശങ്ങളിലൊക്കെ വലിയ കനത്ത പുകമഞ്ഞുണ്ടായിരുന്നു. ഇപ്പോൾ ഈ നിലവിൽ നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് പോലും ഇവിടുത്തെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് 350ആണ്. അതായത് വളരെ മോശം അവസ്ഥയിലാണ് ഉള്ളത്. ഇത് ശ്വസിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് പ്രശ്നമുണ്ടാകുന്ന അവസ്ഥയിലാണ്. അത് മാത്രവുമല്ല, ട്രെയിൻ ഗതാഗതവും വിമാന സർവീസും ഇന്നും താറുമാറായിട്ടുണ്ട്. പല വിമാനങ്ങളും വൈകി സർവീസ് നടത്തുന്നു. ഒപ്പം തന്നെ രാവിലത്തെ വിമാനങ്ങളാണ് ഈ വൈകി സർവീസ് നടത്തുന്നത്. ഒപ്പം തന്നെ 13 തീവണ്ടികൾ വൈകിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് രാവിലെ ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. എന്തായാലും അതിഗുരുതരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വിട്ടു പോയിട്ടില്ല. എന്തായാലും ശ്വസിക്കാനുള്ളൊരു പ്രയാസം ജനങ്ങൾക്ക് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട പ്രശ്നം.